Hello students, welcome to Easy Learning with Suvida. ടോട്ടോ-ചാൻ. തെസുക്കോ കുറോയോനഗി. ജാപ്പനീസ് എഴുത്തുകാരിയായ തെസുക്കോ കുറോയോനഗിയാണ് ടോട്ടോ-ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടോട്ടോ-ചാൻ എന്ന ആത്മകഥ അവരെ പ്രശസ്തിയുടെ നെറുകയിലെത്തിച്ചു. ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരകയുമായ തെസുക്കോ കുറോയോനഗി ജപ്പാനിലെ ടോക്കിയോയിൽ 1933 ഓഗസ്റ്റ് 9 ജനിച്ചു. യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡർ, വേൾഡ് വൈഡ് ഫണ്ടിന്റെ ഉപദേശക എന്ന പദവികളും വഹിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രശസ്തയായ അവർ അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ജാപ്പനീസ് താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ടോട്ടോ-ചാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ്. തെസുക്കോ കുറോയോനഗി തൻ്റെ മറക്കാനാവാത്ത കുട്ടിക്കാല അനുഭവങ്ങളെ അതിൻ്റെ നിഷ്കളങ്കത ഒട്ടും ചോർന്നു പോകാതെ വരച്ചിടുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ തീരെ മനസ്സിലാക്കാനാവാത്ത ആദ്യ സ്കൂളിലെ അധ്യാപിക അവളുടെ ആകാംക്ഷകളെയും കൗതുകങ്ങളെയും വലിയ കുറ്റങ്ങളായി അമ്മയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അവൾക്കായി വേറെ നല്ല സ്കൂൾ കണ്ടുപിടിക്കാൻ കുഞ്ഞു ടോട്ടോയുടെ അമ്മ തീരുമാനിക്കുന്നു. പഴയ തീവണ്ടി കോച്ചുകളിൽ നടത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ടോമോ എന്ന വിദ്യാലയം മകൾക്കായി അമ്മ കണ്ടെത്തുന്നതോടെ ടോട്ടോ-ചാന്റെ ജീവിതം മനോഹരമാകുന്നു. അവളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്കൂൾ അനുവദിച്ച് നൽകുന്നു. പ്രധാന അധ്യാപകനായ കൊബയാഷി മാസ്റ്ററുമായുള്ള ആദ്യ കൂടിക്കാഴ്ച അത്യന്തം മനോഹരമായി കഥാകാരി വിവരിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ അവസരം നൽകുകയും അവളുടെ ഓരോ വാക്കുകളും അത്യന്തം ക്ഷമയോടെയും ഉത്സാഹത്തോടെയും കേട്ടിരിക്കുകയും ചെയ്ത മാസ്റ്റർ കുഞ്ഞു ടോട്ടോ-ചാന് ഒരു അത്ഭുതമായിരുന്നു. ഈ ഗ്രന്ഥം ലോകവ്യാപകമായി വിദ്യാഭ്യാസ വിപ്ലവത്തിന് വഴിതെളിച്ചു. ടോട്ടോ-ചാൻ എന്ന വികൃതിയായ പെൺകുട്ടിയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാനങ്ങൾ ഈ കൃതി കാട്ടിത്തരുന്നു. കോബയാഷി മാസ്റ്ററുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി ടോട്ടോ-ചാൻ ഈ അനുഭവ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. ലോകമെമ്പാടുമുള്ള വായനക്കാർ ടോട്ടോ-ചാനെ നെഞ്ചിലേറ്റിയത് ഒരു സാധാരണ അനുഭവ കഥ എന്ന നിലയ്ക്കായിരുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാനങ്ങൾ നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ പുസ്തകം എന്ന നിലയ്ക്കാണ്. പല രാജ്യങ്ങളിലെയും അധ്യാപന പരിശീലന കോളേജുകളിൽ ടോട്ടോ-ചാൻ ഒരു പഠന വിഷയമാണ്. പദപരിചയം: അപൂർവത, മുമ്പില്ലാത്ത സ്ഥിതി, അസാധാരണത്വം. വിപുലം, വിസ്താരമുള്ള. സാമഗ്രി, സാധനം, ഉപകരണം. ഇനം, തരം. സുലഭം, ധാരാളമായി കിട്ടുന്നത്. ഉദരം, വയറ്. ദൈർഘ്യം, നീളം. ദിക്ഭ്രമം, ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ. നിർണയിക്കുക, നിശ്ചയിക്കുക. കൈലേസ്, തൂവാല, ടവൽ. അർദ്ധവൃത്താകാരം, പകുതി വൃത്തത്തിന്റെ ആകൃതി. ഊഴം, അവസരം. സുപരിചിതം, നന്നായി പരിചയമുള്ള. പ്രതിരൂപങ്ങൾ, പ്രതിബിംബങ്ങൾ. അവിശ്വസനീയം, വിശ്വസിക്കാൻ പറ്റാത്തത്. ഞൊടിനേരം, അല്പസമയം. നൂഴ്ന്നുകയറ്റം, കുനിഞ്ഞു കയറൽ. കുരുടിച്ച, കുറുകിയ, വളർച്ചയില്ലാത്ത. പരമാവധി, അങ്ങേയറ്റം. അടിയറവ്, തോൽവി. വായിക്കാം, കണ്ടെത്താം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. മറ്റ് എലമെന്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടംവലിയും 3 കാലിലോട്ടവും മാത്രമായിരുന്നു ടോമോ സ്കൂളിലെ കായികമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അവ കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കോബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. വലിയ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ. മീൻ വായിലോട്ടം ഉദാഹരണം. മീനിന്റെ ആകൃതിയിൽ നിർമ്മിച്ച കുഴലിന്റെ ഉള്ളിലൂടെ കടന്ന് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത്. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ആർപ്പുവിളിയുമായി കോബയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി-ചാനെ പോലുള്ള കുട്ടികൾ
മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. കായികമേളയിൽ ഇത്തിരിയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത് ഏവരെയും അതിശയിപ്പിച്ചു. ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോട്ടോ ചാനെ പോലുള്ള കുട്ടികൾക്ക് മേള ആസ്വാദ്യകരമായിരുന്നു. സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഉണ്ടായിരുന്നു. സമ്മാനമായി നൽകിയിരുന്നത് ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ചീര എന്നിവയൊക്കെ ആയിരുന്നു. എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു. ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കോബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കോബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ടോമോ സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കോബയാഷി മാസ്റ്റർ സ്വീകരിച്ചത്. കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കോബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. കായിക സാമഗ്രികളൊന്നും ഇല്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത്. മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി. മത്സരത്തിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി ചാനെ പോലുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്നതിനുള്ള ചുമതല നൽകി. ഇത്തിരിയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷിയെ പോലുള്ളവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു. എല്ലാവരും ഒത്തൊരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായി ആയിരുന്നു ടോമോ സ്കൂളിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നത്. കോബയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിനും മുൻപിൽ നിന്നു. രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. മിന്നൽ വേഗത്തിൽ എന്ന ഭാഗമാണ് അടിവരയിട്ടിട്ടുള്ളത്. വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി. കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി എഴുതുക. നീളക്കൂടുതലുള്ളവരോ മുറ പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. വെള്ളം കുടിച്ചത് തന്നെ എന്ന വാക്കാണ് അടിവരയിട്ടിട്ടുള്ളത്. ദാഹം അകറ്റാനായി വെള്ളം കുടിക്കുക എന്നതാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. എന്നാൽ ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ ഉള്ളിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടിനേരം കൊണ്ട് പുറത്തെത്തുകയായി. നട്ടം തിരിയുമ്പോൾ എന്നതാണ് ഇവിടെ അടിവരയിട്ടിട്ടുള്ളത്. ഉത്തരം മുമ്പോട്ട് പോകാനാകാതെ പ്രയാസപ്പെടുക എന്നതാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. എന്നാൽ ഒരു വഴിയുമില്ലാതെ ഗതികെടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. ഉത്തരങ്ങൾ: 3 കാലിലോട്ടം, 3 കാലിൽ ഓട്ടം. കായികമേളയ്ക്കുമുണ്ടായിരുന്നു, കായികമേളയ്ക്ക് ഉണ്ടായിരുന്നു. പങ്കെടുക്കാനാവാത്ത, പങ്കെടുക്കാൻ ആവാത്ത. ഊഴം അവസാനിച്ചു, ഊഴം അവസാനിച്ചു. മറ്റെന്തിനും, മറ്റ് എന്തിനും. കട്ടിയേറിയ, കട്ടി ഏറിയ. ദൈർഘ്യമേറിയ, ദൈർഘ്യം ഏറിയ. സമയമൊന്നും, സമയം ഒന്നും. അവർക്കന്ന്, അവർക്ക് അന്ന്. തിരിച്ചിറങ്ങുക, തിരിച്ച് ഇറങ്ങുക. മത്സരങ്ങളല്ലാത്ത കളികൾ.
ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായിക മേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ്. അവയിൽ ജയവും തോൽവിയുമുണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളികൾ താഴെ നൽകുന്നു. കണ്ണുകെട്ടിക്കളി, അമ്മാനക്കളി, കൊത്തങ്കല്ല്, ഒളിച്ചുകളി, കള്ളനും പോലീസും, കുളംകര, തലപ്പന്തുകളി, നാരങ്ങവാല്, കുട്ടിയും കോലും, അക്കുകളി, ഞൊണ്ടിക്കളി, കുഴിപ്പന്ത് കളി, ഈർക്കിൽ കളി, കിളിത്തട്ടുകളി.